in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2026 മെയ് മാസം 30-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് വിടാത്ത 3 ചങ്ങലകളെ നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മെ മുമ്പോട്ട് വിടാത്ത 3 ചങ്ങലകളെ കുറിച്ചാണ്. അതിനകത്ത് നിന്നുകൊണ്ട് ഈ വചനം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ പ്രത്യാശ തരുന്ന വചനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനെ തുടർന്ന് 19-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ചങ്ങലകൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊട്ടിയാൽ നിങ്ങൾക്ക് പുതിയത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ദൈവികമായ സന്ദേശത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ വചന പശ്ചാത്തലം എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ അടിമത്തത്തിൽ ജീവിക്കുമ്പോഴാണ്. ആ പ്രവാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ വചനം എഴുതപ്പെടുന്നത്. അവരുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും പ്രത്യാശയും നഷ്ടപ്പെട്ടുകൊണ്ട് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന 2 വാക്കുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്നാമത്തതാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ നിമിത്തമാണ് തങ്ങൾക്ക് ഈ ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ നിലയിൽ അവർ കുറ്റബോധത്തിലായിരുന്നു. രണ്ടാമത്തത്, ഇനി തങ്ങൾക്കൊരു പഴയ പ്രതാപകാലം ഉണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരാശപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നമ്മുടെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നലകളുടെ തകർച്ചകളിലോ ഇന്നലകളുടെ തെറ്റുകളിലോ ഇന്നലത്തിൻ്റെ പാപക്കുഴിയിലോ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് തിരിച്ചറിയുക. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ 3 ചങ്ങലകളെ നമ്മളൊന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോകുന്നു. ഒന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത് ഇന്നലകളുടെ പരാജയവും കുറ്റബോധവുമാണ്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പരാജയത്തിന് കാരണമായ തെറ്റുകളെ ഓർത്തുകൊണ്ട് അവർ ജീവിച്ച് ആ അടിമത്തത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പരാജയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും അനുഭവത്തിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യാശ കാണത്തില്ല, നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയും കാണത്തില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം ഇരുട്ട് പിടിച്ചതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഈ വചനത്തിന്റെ ആഴത്തിൽ തമ്പുരാൻ നമ്മോട് പറയാണ്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്താലും ഇന്നലത്തെ പരാജയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കൊരു മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ ആ വിവാഹ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണത്താൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. അതേ നിലയിൽ തന്നെ നോക്കിയാൽ ജീവിതത്തിനകത്ത് ഇനി ഒരു മാർഗ്ഗമില്ല, വലിയ കുറ്റബോധത്തിലാണ്. അത് ചെയ്യേണ്ടായിരുന്നു, അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ജോലി നഷ്ടപ്പെട്ട ആ പരാജയത്തിൽ അനേകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്നും ഹല്ലേലൂയ കുറ്റബോധത്തിൽ ജീവിക്കുന്നവരെ ഞാൻ കാണുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇതാ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. 19-ാമത്തെ വാക്യം നമ്മൾ മറക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരെ, ഇനിയൊരു വഴി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ കർത്താവ് പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ ആഴമെന്ന് പറയുന്നത് ഇന്നലകളുടെ മുറിവുകളിൽ ജീവിക്കരുത് എന്നുള്ളതാണ്.
ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നമ്മൾ ഇന്നലകളുടെ അനുഭവങ്ങളിൽ ഭയപ്പെടുകയും പരാജയത്തെ മുമ്പിൽ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്നലകളിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോ ദിവസവും നടക്കേണ്ട അത്ഭുതങ്ങൾ തടയപ്പെടുകയാണ്. ഓരോ ദിവസവും വെളിപ്പെടേണ്ട സന്തോഷ വാർത്തകൾ തടയപ്പെടുകയാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചങ്ങലകളെ നിങ്ങൾ പൊട്ടിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിപ്പമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി വിശ്വസിക്കുകയാണ്, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പത്രോസിന്റെ പടകിനെ നിറച്ചവൻ, ശൂന്യത മാറ്റിയവൻ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയവൻ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടി പ്രഭാതത്തിൽ വിശ്വസിക്കണം. ഇതാ രണ്ടാമത്തെ ചങ്ങലയെ നമ്മൾ ഒന്നുകൂടെ ഓർക്കുകയാണ്, ഇന്നലകളുടെ മുറിവുകൾ. ഹല്ലേലൂയ. ഇത് മനസ്സിലാകേണ്ടതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു വലിയ ആശ്രമം, പുറമെ നോക്കിയാൽ വളരെ മനോഹരമായി ഈ ആശ്രമത്തിൽ അനേക ശിഷ്യന്മാരും ഗുരുവും വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആശ്രമത്തിൽ അവരുടെ ടേബിൾ വെക്കുവാനായിട്ട് വിദേശത്തു നിന്ന് വലിയൊരു കപ്പ് കാണാൻ വളരെ മനോഹരമാണ്. അതിനകത്തൊരു ശിഷ്യൻ ആ ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കൈ തട്ടി ആ കപ്പ് താഴെ വീണ് ഉടഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് അവൻ ഭാരപ്പെട്ടു, എല്ലാം തീർന്നു, തൻ്റെ ആശ്രമവാസം തീർന്നു, തൻ്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിതനായി വളരെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അവൻ ആ ഭാരപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ തോന്നി ഗുരുവിനെ കണ്ട് കാര്യം സംസാരിക്കാം. ആ ഉടഞ്ഞ കപ്പിൻ്റെ മുറികളുമായിട്ട്, ആ കൂർത്ത മുനയുള്ള കപ്പിൻ്റെ മുറികളുമായിട്ട് അവൻ ഇതാ ഗുരുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ഗുരു അത് തൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, കപ്പ് ഉടഞ്ഞു പോയോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ശിഷ്യൻ നിലവിളിയോടെ പറയാണ്, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, എന്നെ പറഞ്ഞു വിടരുത്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുമ്പോൾ ഗുരു തന്നോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന ആ മൂർച്ചയുള്ള, ആ കൂർത്ത മുനയുള്ള കപ്പിൻ്റെ മുറികൾ ഇതാ വെളിയിലേക്ക് എടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം അതുകൊണ്ട് മുറിയുവാൻ ചാൻസ് ഉണ്ട്. അത് അന്നേരം തന്നെ എടുത്ത് തൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ ഇതാ അവൻ അത് വെളിയിലേക്ക് എടുത്തെറിഞ്ഞു കളയുകയാണ്. ഇപ്പോൾ തൻ്റെ കൈ ശൂന്യമാണ്. തൻ്റെ ഹൃദയത്തിനകത്ത് വലിയ സമാധാനം ഉണ്ടായി. ഗുരു തന്നോട് പറഞ്ഞു, നീ സമാധാനമായിരിക്കുക, ഉടഞ്ഞുപോയ ആ കപ്പ് കൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ, ഇനിയും ദൈവം വലുത് നമുക്ക് തരും. ആ നിലയിൽ അവനെ സമാധാനിപ്പിച്ചു. ഇതാ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ ആ തകർച്ചയുടെ, ആ മുറിവിൻ്റെ അനുഭവത്തെ ഗുരു പൂർണ്ണമായി മാറ്റിയിട്ടവന് പുതിയൊരു അനുഭവത്തെ പകരുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലവരും നിങ്ങളെ മുറിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നലകളിൽ പഠിച്ച കോളേജിൽ നിങ്ങളുടെ അധ്യാപകർ, ക്ലാസ്സുകളിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ മുറിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി പലരും നിങ്ങളെ മുറിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളെ പലരും മുറിച്ചിട്ടുണ്ടാകാം. ഈ തലത്തിലെല്ലാം മുറിവുകളുമായി നിൽക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയുകയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ അവൻ്റെ അടുക്കൽ വരിക, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുള്ള വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇന്ന് ആ മുറിവുകളെ, ആ ഭാരങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമാധാനത്തെ ഏറ്റെടുത്തുകൊണ്ട് പുതിയതിലേക്ക് നടക്കാൻ തയ്യാറാക്കുക. മൂന്നാമത്തെ ചിന്ത അല്ലെങ്കിൽ മൂന്നാമത്തെ ചങ്ങല എന്ന് പറയുന്നത്, ഇന്നലകളുടെ വിജയങ്ങളിൽ നാം ജീവിക്കരുത്. എന്നെ കേൾക്കുന്നവരെ അനേകരെ നോക്കിയാൽ ഇന്നലകളുടെ അവരുടെ വിജയങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. ഇന്നൊന്നുമില്ല. ഇന്നവർ തകർന്ന അനുഭവത്തിലാണ്, ഇന്നവർ ശൂന്യതയിലാണ്, ഇന്നവർ വലിയ കടബാധ്യതയിലാണ്, ഇന്ന് ശാരീരികമായി അവർ തളർന്ന് കിടക്കയിലാണ്. പക്ഷെ അവർ പറയുന്നു, ഇന്നലകളിൽ ഞാൻ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തു, ഇന്ന് അതിൽ ജീവിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, അതിനേക്കാൾ വലിപ്പമുള്ളത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് 19-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യെശയ്യാവ് 43-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരെ, മരുഭൂമിയിൽ പുതിയ വഴി തുറക്കുന്ന, ഒന്നും ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നദികളെ തുറക്കുന്ന ദൈവത്തിന്റെ കരമിത നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. പുതിയത് വിശ്വസിക്കണം. ഈ പ്രഭാതത്തിൽ ഒന്ന് കണ്ണുകൾ നടക്കാൻ പറ്റുമെങ്കിൽ ഇന്നലകളുടെ മുറിവുകളിൽ നിന്ന്, ഇന്നലകളുടെ കുറ്റബോധത്തിൽ നിന്ന്, ഇന്നലകളുടെ പരാജയങ്ങളിൽ നിന്ന്, ഇന്നലകളുടെ ആ അനുഭവങ്ങളിൽ നിന്ന് ഒരു ജയം പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ പുതിയതിലേക്ക് നടക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിപ്പമുള്ളതൊന്നും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇന്നലത്തെക്കാൾ വലിപ്പമുള്ളതിനെ നിങ്ങൾ നോക്കണം. ഒന്നുകൂടെ ഒരാഴമായ ഒരു പദം നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ഞാൻ നിങ്ങളുമെല്ലാം വാഹനയാത്ര ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പുറവശത്തെ കാര്യങ്ങൾ കാണേണ്ടതിനായി ഡ്രൈവിംഗ് സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതെന്തിനെന്ന് ചോദിച്ചാൽ അത് പുറകിൽ വരുന്ന വാഹനങ്ങൾ നോക്കുവാൻ, പുറകിലെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മുമ്പോട്ട് നോക്കേണ്ടതിന് വേണ്ടി ആ വാഹനത്തിൽ വലിയ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്, വളരെ വീതിയുള്ള വിശാലമായത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നീ മുമ്പോട്ട് പോകേണ്ട ആളാണ്. നീ പുറകിലെ ഗ്ലാസ് നോക്കി നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കേണ്ട ആളല്ല. നിന്റെ മുമ്പിൽ വലുതും വിശാലമായത്
ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ അവസാനിച്ചവർ ഇനി മുമ്പോട്ടൊരു വഴിയില്ലെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വലിയ കരം ഇപ്പോൾ ഈ മക്കളുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇവർ പുതിയത് കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ സങ്കടങ്ങൾ മാറുമാറ് എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി പുതിയത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കും കൂടെ ഈ ലിങ്ക് അയച്ചു കൊടുക്കണം. അവരും കൂടെ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽക്കാൻ പ്രിയരെ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കണം. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലും അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കടന്നു പറഞ്ഞ് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.